ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും കാത്തിരുന്നൊരു നിമിഷം തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും ഇന്ന് സംഭവിക്കും, നാളെ സംഭവിക്കും, എന്നാണ് ഈ ശ്രുതിയുടെ കള്ളത്തരം പിടിക്കുന്നത് എന്ന്. ഏതായാലും ശ്രുതിയുടെ കള്ളത്തരം തൂക്കാണ് നമ്മുടെ സച്ചി. ആദ്യം തൂക്കാൻ പോകുന്നത് വീരാനെയാണ് കേട്ടോ. വീരാനെ തൂക്കി നേരെ ശ്രുതിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ് സച്ചി. നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ്, ആ ഒരു സീൻ തന്നെയാണ്. അപ്പൊ കഥയിലേക്ക് കിടക്കാൻ നമ്മുടെ അശോകന്റെ മോളുടെ കല്യാണം, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും കാരണം. ബോറടിപ്പിക്കുന്നില്ല, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒരു ലൈക്ക് ഒരു ഹൈപ്പും കൂടി ഇപ്പൊ തന്നെ ചെയ്തിട്ട് ബാക്കി കഥ കേട്ടോളൂ. അങ്ങനെ നമ്മുടെ അശോകന്റെ മോളുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. രേവതിയുടെയും സച്ചിയുടെയും സമീപനമായ ഒരു ഇടപെടൽ കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുന്നത്. അങ്ങനെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർത്ത് വെച്ച് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇഷ്ടമുള്ളവർ തമ്മിൽ ജീവിക്കട്ടെ, അവരാണ് ജീവിക്കേണ്ടത്, നിങ്ങളല്ലല്ലോ ജീവിക്കേണ്ടത്, അവർ തമ്മിൽ ജീവിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിവാഹം നമ്മുടെ അശോകനെ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മാളുവിന്റെ കൂടെ വന്ന ചെറുക്കന്റെ അച്ഛനെ അമ്മേനെയൊക്കെ സമ്മതിപ്പിച്ച് ഒരു വിധത്തിൽ സമ്മതിപ്പിക്കാണ് കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും വാക്കിലൊക്കെ അവര് വീണു പോവുകയാണ്. വീണു പോകുന്നല്ല, സത്യമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരിക്കലും പിരിയാതിരിക്കട്ടെ, അവരൊന്നിക്കട്ടെ, അവരല്ലേ മുന്നോട്ട് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് വിവാഹമൊക്കെ നടത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ വേറൊരു ചെറിയ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ദേവുവിന്റെ ചെക്കൻ അരുണില്ലേ, പോലീസുകാരൻ, അവനിട്ട് ഒന്ന് നന്നായിട്ട് ചാർത്തുന്നുണ്ട് നമ്മുടെ സച്ചി. ആ ഒരു ബന്ധം ഇവിടെ ഒന്നും തീരത്തില്ല കേട്ടോ. കാരണം നമ്മുടെ സച്ചി നന്നായിട്ട് ചാർത്തുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന അരുണിന്റെ അമ്മയ്ക്ക് ഒരു ചെറിയ അസുഖം കണ്ടു വരുന്നുണ്ടേ. അപ്പൊ അസുഖം വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ബൈക്കിനാട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഹെൽമറ്റോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് അതായത് നല്ല സ്പീഡിൽ ഹെൽമെറ്റ് ഒക്കെ ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സച്ചി കാണുകയും നമ്മുടെ അരുണിനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ജനങ്ങൾക്ക് മാത്രം ബാധകമായ പോരല്ലോ. ജനങ്ങളെ അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ വെറും മണ്ടന്മാരായി പോവില്ല എന്ന് പറഞ്ഞ് സച്ചി ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വീഡിയോ നമ്മുടെ സച്ചി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എന്താ ചെയ്യാൻ പോകുന്നത്? പകരം വീട്ടും. അതാണല്ലോ സച്ചിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം സച്ചിനെ വെറുതെ ഒന്ന് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പെറ്റി അടയ്ക്കാന്ന് പറഞ്ഞിട്ട് പോലും കാറ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയവനാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈരാഗ്യമൊക്കെ നമ്മുടെ സച്ചിയുടെ മനസ്സിലുള്ളത് കൊണ്ട് ഈ വീഡിയോ നമ്മുടെ സച്ചിയുടെ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം അതിനെ ചൊല്ലി ചെറിയൊരു പ്രശ്നം ദേവുവിന്റെ ചെക്കനുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ദേവുവിന്റെ ചെക്കനാന്ന് അറിയത്ത് പോലും ഇല്ല, നമ്മുടെ സച്ചിയുടെ ഒരു വലിയ ശത്രു തന്നെ ആയിട്ട് മാറുകയാണ് ഈ പറയുന്ന അരുൺ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സീൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതേ സമയം വിവാഹം അതിഗംഭീരമായിട്ട് നടക്കാൻ പോവുകയാണ്. നമ്മുടെ ചന്ദ്ര വളരെ നല്ല രീതിയിലൊക്കെ ഒരുങ്ങുന്നു. അതുപോലെ വർഷയും അടിപൊളിയായിട്ട് ഒരുങ്ങുന്നു. അതിനോടൊപ്പം തന്നെ വർഷയും അടിപൊളിയായിട്ട് ഒരുങ്ങുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി അതിലും ഗംഭീരമായിട്ട് ഒരുങ്ങുന്നു. അപ്പൊ എല്ലാവരും കല്യാണത്തിന്റെ ആ ഒരു ഇതിലാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒളിച്ചോടി പോകാൻ നിന്ന രണ്ടുപേരെ പിടിച്ചങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കും അല്ലെ. ഇത് എവിടെ നടക്കും, ഇതെന്ത് വെള്ളരിക്കാൻ പട്ടണമോ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ, വളരെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ആ കല്യാണത്തിനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. കോട്ടെ, ഇനി സാരമില്ല. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, നിനക്കെന്താ, അവരല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്, നിനക്കെന്താ, അവരുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത കുഴപ്പം നിനക്കെന്താന്ന് ചോദിക്കുമ്പോൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞ നാണക്കേട് തോന്നുന്നു. ഓടിപ്പോയവരെ വീണ്ടും പിടിച്ചോണ്ട് വന്ന് കല്യാണം കഴിക്കുക, ഓടിപ്പോയ വിവാഹം, അങ്ങനെ പറയുന്നല്ലേ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറയുന്നുണ്ട്, അയ്യോ പിന്നെ ഓടിപ്പോകാത്ത ഒരാള് നാണമുണ്ടോ അമ്മയ്ക്ക് ഇതൊക്കെ പറയാനായിട്ട്? മകനുണ്ടായിരുന്നല്ലോ സുധി, അവൻ ഓടിപ്പോയത് എവിടെയായിരുന്നു കല്യാണത്തിന്റെ അന്ന്? ഈ അന്ന് നാട്ടുകാരൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ, എന്ത് പറഞ്ഞാലും നിനക്ക് ഏറ്റവും ലാസ്റ്റ് എന്റെ മോന്റെ തലമണ്ടയെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സുധി വന്നിട്ട് പറഞ്ഞു, എന്തിനാ സച്ചി നീ ഏത് നേരം ആ കാര്യം എടുത്തിടുന്നത്? ഈ ആ കാര്യം കഴിഞ്ഞു പോയ കാര്യമില്ലെന്ന് പറയുമ്പോ, കഴിഞ്ഞു പോയ കാര്യമൊക്കെ ആണെങ്കിലേ ഇത് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴേ നിന്റെ അമ്മ തന്നെയാണോ ഓർമ്മിപ്പിച്ചോണ്ട് വരുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക്? ആദ്യം സ്വന്തം കണ്ണിലെ കരടെടുക്കുക, എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ പോയി എടുക്കാൻ. ആദ്യം സ്വന്തം കണ്ണിലെ തടിയെടുത്തുകളാ, പിന്നെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് സച്ചി അതും ഇതും ഒക്കെ പറയുന്നുണ്ട്. അതായത് രവീന്ദ്രൻ പറഞ്ഞു, നിർത്ത് ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ട, കല്യാണം ടൈം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല, തിന്നാൻ ചെല്ലുന്ന എല്ലാരും ഓർക്കും. അത് മാത്രമല്ല അശോകന്റെ കല്യാണം അല്ലേ, നമ്മളൊക്കെ വേണ്ടേ മുമ്പിൽ നിന്നും നടത്തി കൊടുക്കാനായിട്ട്. അയ്യോ അതെ ടൈം പോയി, എനിക്കാണെങ്കിൽ വണ്ടി കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണിനെ എന്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയാണ്. ഏതായാലും ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അതായത് കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നു.
വളരെ വലിയൊരു കല്യാണ മണ്ഡപമൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു. അങ്ങനെ കല്യാണം നടക്കുകയാണ്. അപ്പൊ കല്യാണത്തിന്റെ ഈ ഒരു സമയത്ത് ചെക്കന്റെ വീട്ടുകാർ വരുമല്ലോ. ചെക്കന്റെ വീട്ടുകാർ വരുമ്പം നമ്മുടെ ബീരാനില്ലാതെ വരാൻ പറ്റുമോ? ചെക്കന്റെ വീട്ടുകാർ വന്നാല് അപ്പൊ കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മുടെ ബീരാനും എത്തുകയാണ് കേട്ടോ. ബീരാനെ ആദ്യം തന്നെ നമ്മുടെ ശ്രുതി കാണുകയാണ്. ആദ്യം തന്നെ ശ്രുതി കണ്ടു ബീരാനെ ശ്രുതി കണ്ടത് എൻ്റെ പൊന്നു പറയാനുണ്ടോ? ഷോ എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിക്ക് ബീരാനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. ഈ പറയുന്ന ചെക്കൻ്റെ അമ്മയുടെ ആങ്ങളെയാണെന്നൊന്നും നമ്മുടെ ശ്രുതിക്ക് അറിയില്ല. ശ്രുതി പെട്ടെന്ന് കണ്ടത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ചങ്കിൽ കൈവച്ചിട്ട് നേരെ വിളിച്ചു മീരേ ഞാനിവിടെ കല്യാണത്തിന് നിൽക്കുകയാണ്. അതെ, ഇവിടുത്തെ അങ്കിളിൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം, എൻ്റെ ദൈവമേ മുട്ടിയാനായിട്ട് ആ ബീരാൻ വരുന്നുണ്ടടി, നീ ഒരു കാര്യം ചെയ്യ്, ആ ബീരാനോടൊന്ന് മാറിപ്പോകാൻ പറ. ഞാൻ ഇനിയിപ്പം ഡയറക്റ്റായിട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, ഇവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ പൊന്നു ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ല. മീരേ നീ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ശ്രുതി അങ്ങനെ വിളിച്ച് മാറാനൊക്കെ പറയാൻ ഒന്നാമത് അദ്ദേഹത്തിന് ദേഷ്യമായിട്ടിരിക്കുക. ഒന്നാമത് അദ്ദേഹം ഇനി കള്ളത്തരം ഒന്നും ചെയ്യില്ല പറയില്ല എന്നൊക്കെ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഇനിയിപ്പം എനിക്കൊന്നും അറിയില്ല. എൻ്റെ പൊന്നു മീരെ നീ എൻ്റെ ജീവിതം തകർക്കരുത്. ഒരു കാര്യം ചെയ്യടി, നീ ഒന്ന് വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് വിളിക്കാം, നീ വെക്ക്, ഏതായാലും പെട്ടുപോയില്ല ഞാനും ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് നേരെ ബീരാനെ വിളിച്ചു. ബീരാൻ ഫോൺ നോക്കിയപ്പോഴത്തേക്കും അതെ എന്താ മീരമൊക്കെ എന്താ വേണ്ടേ, ഇറച്ചി വല്ലതും വേണോ? നല്ല മുട്ടനാടിൻ്റെ ഇറച്ചി വന്നിട്ടുണ്ട്, വേണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്നു ബീരാനിക്ക് അതൊന്നുമല്ല. ബീരാനിക്കിപ്പോൾ എവിടെ നിൽക്കുന്നത്? അത് പറയാൻ വിട്ടുപോയി മോളെ. എൻ്റെ പെങ്ങളില്ലേ, സ്വന്തം പെങ്ങളുടെ മോൻ്റെ കല്യാണ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അത് പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് മാറി നിൽക്കാമോ ബീരാനിക്ക? എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കാനോ? നീ എന്താ മീരായി പറയുന്നത്? അത് പിന്നെ ആകെപ്പാടെ പ്രശ്നം. ശ്രുതിയില്ലേ, ശ്രുതി അവളുണ്ടല്ലോ അവിടെയുണ്ട്, അവളുടെ കുടുംബക്കാർ മൊത്തം അവിടെയുണ്ട്. അവളുടെ അമ്മായി അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളെയാ നിങ്ങളുടെ പെങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്നത്. ഓ സീ അത് കൊള്ളാലോ. എന്നാ പിന്നെ ഒരു ബന്ധം കൂടെ ആവുകയാണല്ലോ, ഒരു ഫാമിലി ഫ്രണ്ടിനെയും കൂടെ കിട്ടാൻ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ബീരാനിക്ക കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ബീരാനിക്ക അല്ല എല്ലാവരുടെയും മുമ്പിൽ, നിങ്ങൾ ഇളയച്ചനാ, ശ്രുതിയുടെ ഇളയച്ചൻ. സംതിങ് ഞാൻ ആ കാര്യം വിട്ടുപോയി മോളെ. അല്ല ഞാനിപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ബീരാനിക്ക ഒന്നും ചെയ്യണ്ട, ബീരാനിക്ക അവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറിപ്പോ. എൻ്റെ രക്തം അതായത് എൻ്റെ സ്വന്തം പെങ്ങളുടെ മോൻ്റെ കല്യാണത്തിൽ ഞാൻ മാറിപ്പോകാനോ? അതെങ്ങനെ ശരിയാകും മോളെ? അതൊന്നും ശരിയാവില്ല, അതൊന്നും നടപടിയുള്ള കേസല്ല. ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കാൻ എന്നെ കിട്ടില്ലെന്ന്. ഇനി അഭിനയിക്കാൻ ഞാൻ വരില്ല, ഞാൻ ഇനി അഭിനയിക്കില്ല. ഞാൻ ആ അഭിനയം അതോടുകൂടി നിർത്തിയതാ. ആ പെണ്ണുണ്ടല്ലോ അവളാൾ ശരിയല്ല, അവൾ ഓരോന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്ന ഇത് എത്ര നാൾ ജീവിക്കുന്ന നടത്തണ്ട. ഇനി ഇവിടെ നിന്ന് മാറിപ്പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ പൊന്നു ബീരാനിക്ക എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് പൊക്കോ. പെങ്ങളുടെ കല്യാണമൊക്കെ കൂടിയില്ലെങ്കിൽ, പെങ്ങളുടെ മോൻ്റെ കല്യാണമൊക്കെ കൂടിയില്ലെന്ന് ഓർത്തിട്ട് ഇപ്പം എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു പെണ്ണിൻ്റെ ജീവിതം തകരുന്നത് ബീരാനിക്കയ്ക്ക് കാണണോ? ബീരാനിക്ക കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം തകർന്ന് അവളെ അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് അവൾ വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് ബീരാനിക്കയ്ക്ക് കാണണോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബീരാനിക്കയ്ക്ക് കലിയും അതുപോലെ ഇച്ചിരി സഹതാപവും ഒക്കെ വരികയാണ്. എൻ്റെ പൊന്നോ, എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണത്തിന് പോലും സമാധാനത്തിന് എനിക്ക് കൂടാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബീരാനിക്ക നിൽക്കുകയാണ്. ബീരാനിക്ക അമ്പലി വലിയ എടുക്കുന്നില്ല. ബീരാനിക്ക പറഞ്ഞു എനിക്ക് ഇതൊന്നും അറിയണ്ട, ഞാൻ ഇത്രയും ദിവസം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇത്രയും ദിവസം നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ഇത്രയും ദിവസം നിന്നു. ഇനി എനിക്ക് പറ്റില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പോയി ഞാൻ എങ്ങനെ നിൽക്കും? എൻ്റെ പെങ്ങളുടെ കല്യാണത്തെ ഞാനല്ലേ ഇവിടെ വേണ്ട, ഞാൻ അവൻ്റെ അമ്മാവനല്ലേ, അമ്മാവൻ ചെയ്യേണ്ട ചടങ്ങുകൾ വേറെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നു ബീരാനിക്ക അവിടെ നിന്ന് മാറാനൊക്കെ പറഞ്ഞിട്ട് ബീരാനിക്ക അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബീരാൻ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ മീര ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കറിയില്ലടി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നീ തന്നെ ബീരാനിക്കാനെ ഒന്ന് കണ്ട് ബീരാനിക്കയുടെ കൈയും കാലൊക്കെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. ഏതായാലും ഒരു കണക്കിന് നമ്മുടെ ബീരാനെ വലിച്ചുകൊണ്ട് പെട്ടെന്ന്, അതായത് ആര് കാണുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണ്ടേ, അപ്പം ബീരാനെ വലിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു? ബീരാനെ കണ്ടതും പെട്ടെന്ന് വലിച്ചുകൊണ്ട് അങ്ങ് പോയിട്ട്. അപ്പം ബീരാൻ പറഞ്ഞു എന്താ പെങ്കൊച്ചെ നിനക്ക് വേണ്ടത്? ഇത് തീക്കളിയാണെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, ഒരു കല്യാണം കൂടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നീ എന്താ ഈ പറയുന്നത്? ഇതുണ്ടല്ലോ എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണമാണ്, അതിന് കൂടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നീ ഇതെന്ന് പറയുന്നത് ശരിയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നു ബീരാനിക്ക് എൻ്റെ ജീവിത പ്രശ്നം. ഇവിടെ ഒരു കല്യാണം നടന്ന് ഒരു കുടുംബം അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ ഒന്നാകാൻ പോവാ. ആ സമയത്ത് തന്നെ ഒരു കുടുംബത്തിനെ പിരിക്കണോ? എൻ്റെ ജീവിതം തകർക്കണം
നടക്കണം. ഞാൻ കാല് പിടിച്ച് പറയാം ബീരാനിക്ക, പ്ലീസ് ബീരാനിക്ക പ്ലീസ്, ദേ ഇവിടെ നിന്ന് പോയി തരുമോ നിങ്ങൾ, ഞാൻ കാല് പിടിക്കാമെന്ന് പറഞ്ഞപ്പം ദേ ഞാൻ പറഞ്ഞു ഇതെൻ്റെ പെങ്ങടെ മോൻ്റെ കല്യാണമാണെന്ന്, എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ ആരും കാണാതെ ഒഴിഞ്ഞു മാറി നടക്കാം, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ അളിയനും പെങ്ങളൊക്കെ എന്ത് വിചാരിക്കും? അത് നീ എന്താ ഓർക്കാത്തത്? ശ്രുതി, നീ ഇങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞ് ഉണ്ടാക്കി വെച്ചതിനെല്ലാം ഞാൻ കുട പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബീരാനിക്ക പ്ലീസ് ബീരാനിക്ക എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്ക് ബീരാനിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തൽക്കാലം വേണമെങ്കിൽ ഞാൻ ആരും കാണാതെ ഒഴിഞ്ഞു മാറി നടന്നോളാം, മുഖമൊക്കെ മറച്ച് നടന്നോളാം, അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബീരാനിക്ക ഒരിക്കലും പിടി കൊടുക്കരുത് കേട്ടോ ബീരാനിക്ക പിടി കൊടുത്താൽ എൻ്റെ ജീവിതം അവിടെ തീരും. അറിയാമല്ലോ എനിക്ക് അസുഖമുള്ളൊരു അമ്മയാണ് ഉള്ളത്, എൻ്റെ അമ്മയൊക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഭർത്താവ് ഉപേക്ഷിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അമ്മയ്ക്ക് അസുഖമുള്ളതല്ലേ, താങ്ങാൻ പറ്റുമോ ആ ഹൃദയം? എൻ്റെ അമ്മയ്ക്ക് വല്ല അറ്റാക്കും വന്ന് മരിച്ചു പോകില്ലേ? ഇതേ നിങ്ങൾ കാരണം ആരൊക്കെ ജീവിതമാണ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതേ മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഇനി എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാനിക്ക തട്ടി മുട്ടിയൊക്കെ മാറിയൊക്കെ നടക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഈ കല്യാണ സമയത്തെ. രേവതി സച്ചി അവിടെ മാറി നിൽപ്പുണ്ട്. രേവതി സച്ചി ശ്രുതിയുടെ ഈ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് എന്തൊക്കെയോ ചെറിയ ഡൗട്ടുണ്ട്, ഇത് എന്ത് പറ്റി? ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ബീരാനിക്കാനെ നമ്മുടെ രേവതിയും സച്ചിയും തന്നെ കാണുകയാണ് കേട്ടോ. ബീരാനിക്കാനെ കൈയോടുകൂടി പൊക്കുകയാണ്. നമ്മുടെ ബീരാനിക്ക തലവഴി മുണ്ടും അതുപോലെ ബീരാനിക്ക മിന്നി തെറിച്ച് മാറിയൊക്കെ നടന്നിട്ടും നമ്മുടെ രേവതിയുടെ കണ്ണിൽ തന്നെ ബീരാനിക്ക പെടുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ചെന്ന് സച്ചിയോട് പറയുകയാണ്, സച്ചേട്ടാ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെ ഞാൻ കണ്ടു. അപ്പം പറഞ്ഞു ഇളയച്ചനെ നീ കണ്ടെന്നോ? അതേന്നേ സച്ചേട്ടാ ഞാൻ കണ്ടു സച്ചേട്ടാ, ദേ അതിലേ വരുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കിയപ്പം ഇളയച്ചനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ, അത് ഇളയച്ചൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതിയല്ല സച്ചി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിടികൂടണമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊക്കണമല്ലോ. അങ്ങനെ ഇത് അവൻ്റെ ലാസ്റ്റത്തെ കളിയായിരിക്കണം. അവനും അവളും കൂടെ ചേർന്നേ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ, ഒരിളയച്ചൻ വന്നിരിക്കുന്നു, അവനെ നമുക്ക് തൂക്കാന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി രേവതി ഇളയച്ചൻ്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്നു. ഇളയച്ചൻ പെട്ടു സച്ചിക്ക് മുമ്പിലും രേവതിക്ക് മുമ്പിലും. ഈ സമയത്ത് വിവാഹം ഏകദേശം തീർന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ആകാറായി കേട്ടോ. ഏതായാലും നമ്മുടെ ഇളയച്ചനെ പൊക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇളയച്ചനോട് നല്ല രീതിയിൽ തന്നെയാണ് രേവതി സച്ചിൻ സംസാരിച്ചത്. മാറ്റി നിർത്തി അങ്ങ് വിളിച്ചുകൊണ്ട് പോയി അങ്ങ് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ, എന്താണ് സംഭവങ്ങൾ തുറന്ന് പറയാൻ പറഞ്ഞു. ലാസ്റ്റ് ഒരു പിടിവളിയും ഇല്ലാതായിപ്പോയി നമ്മുടെ ഇളയച്ചന്. അങ്ങനെ ബീരാനിക്ക മൊത്തം കഥ തുറന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ബീരാനിക്കാക്ക് പിടി കൊടുക്കേണ്ടി വന്നു. നമ്മുടെ സച്ചിയും രേവതിയും ബീരാനിക്കാനെ തൂക്കി. ഏതായാലും കല്യാണ സമയത്ത് ഇതൊന്നും പുറത്തു വരുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി തിരിച്ചു ചെന്ന് കഴിയുമ്പോഴാണ് അപ്പം നമ്മുടെ ശ്രുതിയുടെ വിചാരം സേഫായി, ഒരു പ്രശ്നവും ഇല്ല, രക്ഷപ്പെട്ടു, ഏതായാലും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നോർത്ത് സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. നമ്മുടെ മീരേനെ വിളിച്ചൊക്കെ പറഞ്ഞു, തലനാഴിരക്കാണ് മോളെ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ സച്ചിൻ രേവതിയും പിടിച്ചു മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ബീരാനെ പിടിച്ചു മാറ്റി വെച്ചു ഈ ഒരു സമയത്ത്. കാരണം ആ ഒരു കല്യാണം മുടങ്ങാൻ പാടില്ലല്ലോ നമ്മുടെ ബീരാൻ കാരണം ബീരാൻ എന്ന് പറയുന്നത് നമ്മുടെ ചെക്കൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിവാഹം മുടങ്ങും, അല്ലെങ്കിൽ ആ വിവാഹ സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വരും. നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും രവീന്ദ്രനും സച്ചിക്കും രേവതിക്കൊക്കെ അവിടെ ഒരു വലിയൊരു കുടുംബ പ്രശ്നം വിവാഹ സമയത്ത് നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ രേവതി തന്നെയാണ് പറഞ്ഞത് സച്ചിയോട്, വേണ്ട സച്ചിയേട്ടാ, ഇതൊരു നല്ലൊരു ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പം ബീരാനെ പൊക്കി പതുക്കെ നമുക്ക് തൂക്കി മാറ്റി നിർത്താം, എന്നിട്ട് നമുക്ക് ബീരാനെ ശ്രുതിയുടെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം, അതാണ് നല്ലതല്ലത്. എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാണ്, എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഒരു നടത്തി കൊടുക്കാനുള്ള വിവാഹമല്ലേ. അപ്പോൾ രേവതി നീ പറഞ്ഞതാണ് ശരി, ഒരു കാര്യം ചെയ്യാൻ രേവതി, നമുക്ക് ഈ ഒരു വിവാഹം കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് തൂക്കാമെന്ന് പറഞ്ഞ് മറ്റേ നേർച്ചക്കോഴി നിർത്തുന്ന പോലെ നമ്മുടെ വീരാനെ അങ്ങ് മാറ്റി നിർത്തിയിട്ടാട്ടോ വീരാനെ പൊക്കിക്കൊണ്ട് പോകുന്നത്. ഏതായാലും നമ്മുടെ ശ്രുതിയുടെ അധോഗതി എന്ന് പറഞ്ഞാൽ അധോഗതി, അങ്ങനെ ശ്രുതിയുടെ ആദ്യത്തെ കള്ളത്തരം കൈയോടുകൂടി, ആദ്യത്തെ കള്ളത്തരമല്ല, കൈയോടുകൂടി പൊക്കുന്ന
ആ ഒരു ആദ്യത്തെ കള്ളത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും കുറേ കള്ളത്തരങ്ങൾ നമ്മുടെ ശ്രുതിയുടെ പൊക്കാൻ കിടപ്പുണ്ട്. ഇനിയും കുറേ കള്ളത്തരങ്ങൾ പിടിക്കാൻ കിടപ്പുണ്ട്. ഏതായാലും നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പം അടുത്ത ആഴ്ചയിലെ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒന്നും തൂക്കത്തില്ലായിരിക്കും നമ്മുടെ ബീരാനെ. കല്യാണം ഏതായാലും നമ്മുടെ കഥയല്ലേ, അറിയാമല്ലോ നിങ്ങൾക്ക്. ചിലപ്പോൾ വലിച്ചു നീട്ടി അങ്ങ് പോകും, ചിലപ്പം ഒരാഴ്ചയൊക്കെ കാണും. അപ്പോൾ അടുത്ത ആഴ്ച ഒരു ലാസ്റ്റോട് കൂടിയൊക്കെ നമ്മുടെ ബീരാനെ പൊക്കി തൂക്കി കൊണ്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്നാലേ കാണാം. അപ്പം മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് നാളെയും വിശേഷമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ റിയൽ സ്റ്റോറിക്കകത്ത് ഇന്നത്തെ നമ്മുടെ അലീനയുടെ വിശേഷം ഫുൾ ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ പോയി കാണുക. അലീനയുടെ അപ്കമിങ് വിശേഷം നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പം അത് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് സെക്ഷനിൽ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നേരെ നിങ്ങൾക്ക് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ പോയി നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്തെ അപ്കമിങ് വിശേഷം കേൾക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും കേട്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നമുക്ക് നാളെ കഥയില്ല കേട്ടോ. ഇനിയിപ്പം നമുക്ക് തിങ്കളാഴ്ച കഥയുള്ള. ടാറ്റ ബൈ ബൈ. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.